പിതാമഹരെ വാസ്തവനാകട്ടെ ഞാനനുഭവിച്ച വർഷ സംബന്ധിക്കുന്നു പരിശോധിക്കപ്പെട്ടു ഈ സംഗീതത്തിന്റെ കാറ്റോട്ടെ ദൈവത്തിന്റെ മത്താമത്തെ കഴിക്കുന്ന കാര്യം പ്രകാശമാകട്ടെ കർത്താവിനോടുകൂടെ പ്രാർത്ഥിക്കാം. കാരണവാനത്തെ ഞങ്ങളെ അപേക്ഷിക്കുന്നു. അങ്ങ് ഇരുപത്തിനൂറിക്കനുസരണമായ ഞങ്ങളുടെ പ്രിയരാത്രി ആത്മാവിനെ ശാന്തിയും പ്രകാശം വന്ന് സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് വിശുദ്ധ സമൂഹത്തിൽ കൃപയുണ്ടാകുന്നമേ. കർത്താവായിട്ട് രക്ഷപ്പെടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രത്യേകിച്ച് കാരണവാനെ കേഴുന്നവർക്ക് അർത്ഥസുഖങ്ങൾ നമ്മൾക്ക് വായ്പ രക്ഷിക്കുകയും മരണത്തിൽ നിന്ന് ജീവൻ എവിടെ മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ഇക്കാലത്ത് എവിടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കാരണങ്ങളും കടാക്ഷിക്കുന്നു. നിങ്ങളുടെ ഭക്തനും സംസാരിക്കുകയും തിരുവിധാനത്താൽ ഞങ്ങൾക്ക് പുതിയ ജീവൻ നൽകുകയും ചെയ്ത് ജീവനെ അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിടുമ്പോൾ സ്വർഗരാജ്യത്തിൽ തങ്ങളുടെ സഹോദരങ്ങൾ ചെയ്ത് നടക്കാതെ ജീവിതം നയിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തുവായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ജീവിതകാലം മുഴുവൻ കടന്നുപോകുകയായിരുന്നു. അമ്മയിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഘടകമായിരിക്കട്ടെ. മരണത്തിന് ഉയർന്ന ദിനമായി കുറിച്ച് ഈ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ ബന്ധുക്കളെന്നെ ഇവിടെ ദൈവമായി ദൈവത്തിൽ ചാർത്തുക. നിങ്ങളുടെ പുസ്തകത്തെ മാതാക്കന്മാർ വിശുദ്ധനും സ്വർഗപുത്രവും നമ്മെ അനുഗ്രഹിക്കുമാറാകും.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാൻ
ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാം. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാം. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ശാന്തിയരുളുക നാഥ, നിത്യ
ജഗദീശ സിയോനിലുയരും അഭിനവഗാനം തവ സങ്കീർത്തന ഗാനം ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥ കേട്ടരുളേണം നാഥ കേട്ടരുളേണം നാഥ കേട്ടരുളേണം ശാന്തിയരുളുക നാഥ നിത്യശാന്തി അരുളുക നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ അത്രയും സ്നേഹബഹുമാനമുള്ള ഫ്രെഡിയച്ചൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയ വൈദിക സഹോദരരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു അമ്മയുടെ ആത്മാവിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനാണ് നാം ഇപ്പോൾ ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്നത്. മനുഷ്യരായി ജനിക്കുന്നവരെല്ലാവരും തന്നെ ഒരു ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന നിത്യജീവൻ അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവപിതാവിനോടൊപ്പം ആയിത്തീരുന്നതിന് വേണ്ടി യാത്രയാവുകയാണ്. ഇന്നത്തെ ദിവസം ഫ്രെഡിയച്ചൻ്റെ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ തന്നെയാണ്. കാരണം വൈദികരായ ഞങ്ങൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. എത്രമാത്രം സ്നേഹം പകർന്നു തരുന്ന ഒരമ്മയാണെന്ന്. ആ അമ്മ നിത്യസമ്മാനം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മോട് ഇന്ന് യാത്ര പറയുന്നത്. ഓരോ വ്യക്തിയുടെയും വേർപാട് നമുക്ക് ഓരോരുത്തർക്കും ദുഃഖം നൽകുന്നത് തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് പറയുന്ന പ്രതീക്ഷയുടെ വചനമാണ് ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. വളരെ അപ്രതീക്ഷിതമായ രീതിയിലായിരുന്നു ഈ അമ്മയുടെ മരണം. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഫ്രെഡിയച്ചൻ്റെ അച്ഛനാണ് സുഖമില്ലാതിരിക്കുകയും പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാവുകയും മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ ഫ്രെഡിയച്ചൻ്റെ അമ്മ മരണപ്പെട്ടെന്ന് കേട്ടപ്പോൾ നമുക്കാർക്കും തന്നെ പെട്ടെന്നത് അംഗീകരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കുറേ വർഷങ്ങളായി എനിക്ക് അമ്മയെ അറിയാം. പ്രത്യേകിച്ചും ഞങ്ങൾ മൈനർ സെമിനാരിയിൽ ചേരുന്ന ആ വർഷം മുതൽ ഫ്രെഡിയച്ചൻ 1991
സെമിനാരിയിൽ ചേരുന്ന ആ വർഷം മുതൽ ചെറുതായിട്ടെങ്കിലും ഈ അമ്മയെ അറിയാമെന്നുള്ളതാണ്. ഒരു സംഭവം ഓർമ്മിക്കുന്നത്, ഒരു പേരൻസ് ഡേക്ക് സെമിനാരിയിൽ ഫ്രെഡി അച്ഛൻ്റെ മാതാപിതാക്കൾ വന്നിരുന്നു. അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ചെറിയ കളികൾ നടത്തുകയുണ്ടായി. ആ അവസരത്തിലും ഫ്രെഡി അച്ഛൻ്റെ മാതാപിതാക്കളാണ് വിജയം കരസ്ഥമാക്കിയത്. അവരുടെ പരസ്പരമുള്ള സ്നേഹം എന്തുമാത്രം പരസ്പരം മനസ്സിലാക്കി അംഗീകരിച്ച് സ്നേഹിച്ച് ഒരു കുടുംബത്തെ വഴി നടത്തി പോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിനേക്കാളും ഉപരിയായി ഫ്രെഡി അച്ഛൻ്റെ മാതാപിതാക്കൾ ഈ കത്തോലിക്ക സഭയെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാകുന്നത് ഒരു പുത്രന് സഭയുടെ സേവനത്തിന് വേണ്ടി നൽകുന്നതിലൂടെയുമാണ്. ഫ്രെഡി അച്ഛൻ്റെ പപ്പ ഈ ഇടവകയിൽ തന്നെ വർഷങ്ങളായി കണക്കിനായിരുന്നു കൊണ്ട് സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. കണക്കിനായി സേവനമനുഷ്ഠിക്കുന്ന അവസരത്തിലും മുഴുവനായി അംഗീകരിച്ച് എപ്പോഴും പ്രചോദനം നൽകിക്കൊണ്ടിരുന്ന അമ്മയായിരുന്നു ഇന്നോ ഇവിടെ പറയുന്ന ഈ അമ്മ. നമുക്ക് ഓരോരുത്തർക്കും സ്നേഹം പകർന്നു തന്ന, മാതൃകാപരമായ ജീവിതം നയിച്ച് മക്കളെ നല്ല വഴിയിൽ പഠിപ്പിക്കുവാനും നല്ല വഴിയിൽ നടത്തുവാനും സാധിച്ച, മക്കളുടെ ഐക്യത്തിന് വേണ്ടി പരസ്പരം ഉള്ള സ്നേഹത്തിന് വേണ്ടി എപ്പോഴും തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണോ ഇവർ. പ്രത്യേകിച്ചും സഹനങ്ങളുടെ നിമിഷങ്ങളിലും ബുദ്ധിമുട്ടുകളുടെ നിമിഷങ്ങളിലും ഒരിക്കലും ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവത്താൽ എല്ലാം സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ജീവിതം നയിച്ച ഈ അമ്മ തീർച്ചയായും ദൈവപിതാവിൻ്റെ കരങ്ങളിൽ ആയിരിക്കുമെന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ചും എല്ലാ വൈദികരുടെയും നാമത്തിൽ ഫ്രെഡി അച്ഛനും ഫ്രെഡി അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഫ്രെഡി അച്ഛൻ്റെ പപ്പയ്ക്കും എല്ലാവരുടെയും നാമത്തിലുള്ള അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ദൈവം ഇവർ യഥാർത്ഥ ആശ്വാസം നൽകി സ്നേഹം നൽകി സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ അമ്മയുടെ ആത്മശാന്തിക്കായി നാം ഏവരും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ബലി അർപ്പിക്കുന്നതിന് നാം നമ്മെ തന്നെ യോഗ്യരാക്കാം. ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ തികനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നാം നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോടും കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ അമ്മയുടെ ദയാപൂർവം കരുണയായിരിക്കുകയും അമ്മയുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യമഹത്വത്തിൻ്റെ സന്തോഷത്തിൽ അമ്മയെ കാണുവാൻ അങ്ങനെക്ക് ഇടവരുത്തുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി,
കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിച്ചിരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോ കർത്താവേ, നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ. ദാഹിപ്പൂ ഞാൻ എന്നീശൻ ജീവിതനായകനാ. ദൈവത്തിൻ തിരുമുഖമെന്നാണടിയൻ ദർശിപ്പൂ. നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോ കർത്താവേ, നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ. ദാഹിച്ചു ഞാൻ അന്വേഷണം ജീവിതനായകനാ. ദൈവത്തിൻ തിരുമുഖമെന്നാണടിയൻ ദർശിപ്പൂ. ചോദിപ്പു പരിഹാസമുടെ, എവിടെ നിൻ ദൈവം? രാപ്പകലൻ എഴുന്നീരല്ലോ എന്നുടെ ആഹാരം. നിറയുന്നൻ മാനസമതിലൻ നോർമകൾ വിരിയുന്നു. ആമോദപ്പുളകമണിഞ്ഞ ജനതതിയെന്നൊരു നാൾ. നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോ കർത്താവേ, നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ. ദാഹിപ്പൂ ഞാൻ എന്നീശൻ ജീവിതനായകനാ. ദൈവത്തിൻ തിരുമുഖമെന്നാണടിയൻ ദർശിപ്പൂ. പുരുഷാരത്തിനുടെ ഉത്സവമേളകളുയരുമ്പോൾ ദൈവത്തിൻ ഭവനത്തിൽ ഞാൻ പോകും സാമോദം. ആത്മാവേ, നെടുവീർപ്പോടെ കരയുന്നെന്തിനു നീ? രക്ഷകനിൽ ശരണം വച്ചിട്ടോതുക തൻ സ്തുതികൾ.
നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോ കർത്താവേ നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ. ദാഹിപ്പൂ ഞാൻ അന്വേഷിച്ചു ജീവിത നായകനാ ദൈവത്തിൻ തിരുമുഖമെന്നാടിയൻ ദർശിപ്പൂ. ജോർദാനിൽ ഹെർമോൺ മീസാൻ ഗിരിയിലുമോർത്തിടുമേ എന്നുള്ളം വേദന കൊണ്ടു കലങ്ങിക്കേഴുകയാ. കാരുണ്യം ചൊരിയും നീശൻ പകലിൻ വേളയതിൽ ഇരവിൽ ഞാൻ എന്നുടെ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോ കർത്താവേ നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ. ദാഹിപ്പൂ ഞാൻ അന്വേഷിച്ചു ജീവിത നായകനാ ദൈവത്തിൻ തിരുമുഖമെന്നാടിയൻ ദർശിപ്പൂ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. അലിവായി തീരാ ദാനമേ ജന്മം ധന്യമായി തീരാ തിരുമാറിൽ ചേർക്കേണമേ നാഥ എന്നെയും കൈക്കൊള്ളണേ. ദാനമേ
കൈക്കൊള്ളണേ. സഹോദരരെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലി സ്വീകരിക്കണമേ. ജീവിക്കുന്ന പ്രദേശത്ത് അവർക്ക് വേണ്ടി അങ്ങ് നിത്യാനന്ദം നൽകുകയും വിശുദ്ധരുടെ സന്തോഷത്തിൽ അവരോടൊപ്പം എന്നെയും ചേർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുറലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ധന്യമായ ഉത്ഥാനത്തിലെ പ്രത്യാശ ഞങ്ങൾക്ക് ഭ്രഷ്ടമായി. അങ്ങനെ മരണത്തിൻ്റെ സുനിശ്ചിതമായ അവസ്ഥയിൽ ആകുലരാകുന്നവർ വരാനിരിക്കുന്ന അമർത്യത്തിലെ വാഗ്ദാനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ കർത്താവെ, അങ്ങേ വിശ്വാസികൾ ജീവിതത്തിന് മാറ്റം വരുന്നതേയുള്ളൂ, അവസാനിക്കുന്നില്ല. ഈ ലോക ജീവിതാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യഭവനം സജ്ജമാക്കപ്പെടുന്നു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ വിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മകിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതെന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിനെന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത്
അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുമെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങു വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർ ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസകരവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളിൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെടുത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹരായ അപ്പോസ്തലന്മാരോടും മഹിമയെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സമസ്ത ലോകത്തിൻ്റെയും ശാന്തിയുടെയും രക്ഷയും ഉപകരിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസരായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സൗസപാക്യം മെത്രാനോടും ക്രിസ്തുദാസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടുമൊത്ത് അങ്ങേ നേടിയെടുത്ത സഭയെ ഞങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമ്പിൽ നിന്നുകൊണ്ട് അങ്ങ് തിരുവുളമായ കുടുംബത്തിൻ്റെ വീഴ്ചകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഇന്ന് ഈ ലോകത്ത് നിങ്ങളുടെ മക്കളേക്ക് പിടിച്ച അങ്ങയുടെ ദാസി ഗീൽഡമായി ഓർക്കണമേ. അങ്ങേ പുത്രൻ മരിച്ചവരെ ഈ മണ്ണിൽ നിന്ന് ശരീരത്തോടെ ഉയർപ്പിക്കുകയും ഞങ്ങളുടെ എളിയ ശരീരം അവിടുത്തെ തേജോമയമായ ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടുത്തെ മരണവുമായി സാദൃശ്യം പ്രാപിച്ച ഈ അമ്മയെ അവിടുത്തെ ഉയർപ്പിലും ഒന്നാക്കി തീർക്കാൻ കഴിയണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തിയടയുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അവിടെ ഞങ്ങളുടെ മിഴികളിൽ നിന്ന് കണ്ണീരെല്ലാം അങ്ങ് ഒപ്പിയെടുക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമായ അങ്ങയെ അങ്ങായിരിക്കുന്ന പോലെ ദർശിച്ചുകൊണ്ട് എല്ലാ യുഗങ്ങളിലും ഞങ്ങൾ അങ്ങയെപ്പോലെ ആയിരിക്കുകയും അവിരാമം ഞങ്ങളുടെ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഇന്നത്തെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. നീയറിയാതെ നിദ്രയിൽ പോലും കൂടെയിരുന്നു ഞാൻ കാവലാകാം. നീയറിയാതെ നിദ്രയിൽ പോലും കൂടെയിരുന്നു ഞാൻ കാവലാകാം. നീയകന്നിടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാം. നീയകന്നിടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാം. ഉള്ളിൽ കുളിരായി പെയ്തിറങ്ങാം. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. നീ എനിക്കേകും മുറിവുകളെല്ലാം മറന്നു ഞാൻ നിന്നെയും കാത്തിരിക്കാം. നീ എനിക്കേകും മുറിവുകളെല്ലാം മറന്നു ഞാൻ നിന്നെയും കാത്തിരിക്കാം. നീറുന്ന നെഞ്ചിലെ സാന്ത്വനമായി നിന്റെ തണലായി ചേർന്നിരിക്കാം. നീറുന്ന നെഞ്ചിലെ സാന്ത്വനമായി നിന്റെ തണലായി ചേർന്നിരിക്കാം. എന്നും ഇടയന്റെ മനമോടെ ഞാൻ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ.
എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. പ്രകാശവും സംലഭ്യമാക്കുകയും അങ്ങേ നിത്യമുഖത്വം അവരോടൊപ്പം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടപെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രിയ മാതാവ് ഗിൽട്രസ് അമ്മയുടെ ആദ്യ അനുസ്മരണ ദിവ്യബലി വരുന്ന 22-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. വരുന്ന 22-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഈ ദേവാലയത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ അനുസ്മരണ ദിവ്യബലി നടത്തപ്പെടുന്നതായിരിക്കും. ഇന്ന് ഈ മൃതസംസ്കാര ചടങ്ങിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അച്ഛൻ്റെ വാക്കുകളിൽ അച്ഛൻ പറയുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുജനങ്ങളെ, ഫ്രെഡിയച്ചൻ നിങ്ങൾക്കെല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം എനിക്ക് ഒരു നിശ്ചയവുമില്ല. ഞങ്ങളുടെ ഈ വലിയ കുടുംബത്തിലെ മൂത്ത മരുമകളാണ്. ഫ്രെഡിയച്ചൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഒരു ത്രസിപ്പിക്കുന്ന അനുഭവമാണ്. ആര് മാനസികമായോ ശാരീരികമായോ തളർന്നിരുന്നാലും തൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ ഉത്തേജിപ്പിക്കുന്ന ഒരു സ്വഭാവവും, വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ എപ്പോഴും പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു സ്വഭാവം. അമ്മ സുഖമില്ലാതിരുന്നപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഒരു 5 മിനിറ്റെങ്കിലും നീണ്ട മണിക്കൂറുകളാണ് ചെലവഴിക്കുന്നതെങ്കിലും ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് എപ്പോഴും നിറഞ്ഞ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. ഒരുപാട് തമാശകളൊക്കെ പറയും. എപ്പോഴും കൂടെയുണ്ടാകും എന്നൊരു തോന്നൽ എല്ലാവർക്കും ജനിപ്പിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. രാവിലെ വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്തതാണെങ്കിലും ഫ്രെഡിയച്ചനെ ബന്ധപ്പെടുമ്പോഴും അച്ഛനും പറഞ്ഞു അയാൾക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ട്, അച്ഛൻ ഓടി വരണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും വിചാരിച്ചത് അണ്ണനെയായിരിക്കും.
നല്ലൊരു മരണം അല്ലെങ്കിൽ നല്ലൊരു സമ്മാനം ദൈവം നൽകി എന്ന് മനസ്സിലാക്കുമ്പോഴും ആരെയും വേദനിപ്പിക്കാത്ത, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത, ആരെയും അസ്വസ്ഥപ്പെടുത്താത്ത, ആശുപത്രിയിൽ ഒക്കെ മണിക്കൂറുകൾ പോലും ചെലവഴിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും ചെലവഴിക്കാനാവാത്ത രീതിയിൽ ഒരു അനുഗ്രഹമായി ഈ മരണം ഞാൻ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണമെന്നറിയില്ല. കാരണം അത്രത്തോളം എന്നെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിത്വം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ മരുമകൾ അല്ലെങ്കിൽ മൂത്ത മരുമകൾ എന്ന നിലയിലൊക്കെ അങ്ങനെ ഒരു പരിഗണന ലഭിച്ചതോ അല്ലെങ്കിൽ നൽകിയോ എന്നെനിക്കറിയില്ല. ഫ്രെഡിയച്ചൻ അമ്മയുടെ ഈ നിര്യാണത്തിൽ വേദനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ അനുസ്മരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഇവിടെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നമ്മുടെ രൂപതയിൽ പൊടിയൂര് മുതലുള്ള സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ തുറക്കപ്പെടുന്നില്ല. ഇതുപോലെ സംസ്കാര ചടങ്ങുകൾക്ക് വെറും 20 പേര് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. എന്നൊക്കെ പരിഗണിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യം ലഭിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടുവാനുള്ളൊരു അവസരം ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ആദ്യം എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മുടെ രൂപതയിലെ 2 മെത്രാന്മാരെയും നന്ദിയോടുകൂടെ അനുസ്മരിക്കുകയാണ്. ഏതാണ്ട് 12 മണിയോടുകൂടെ കൊച്ചു പിതാവ് ക്രിസ്തുദാസ് ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അതുപോലെ രാത്രിയിൽ വലിയ പിതാവ് വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. യാത്രയും മറ്റ് അസൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും വലിയ പിതാവ് ഫ്രെഡിയച്ചനോട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോട് മാർത്താണ്ഡന്തുറ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മമതയും ശ്രദ്ധയും പിതാവിനുണ്ട്. അത്തരത്തിൽ അങ്ങനെ വന്നു പോയി പ്രാർത്ഥിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് വൈദികർ ഇന്നലെ മുതൽ വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവസാന ഈ ദിവ്യബലി അർപ്പണത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ പല ഫറോവനുകളിൽ നിന്നും വൈദികർ കൂട്ടം കൂട്ടമായും ഒറ്റയ്ക്കും വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അവരുടെ സാന്നിധ്യത്തെ ഈ അവസരത്തിൽ പ്രാർത്ഥനയ്ക്ക് കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും വൈദികർ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അവരുടെ നിറഞ്ഞ സാന്നിധ്യത്തിന്, പ്രാർത്ഥനയ്ക്ക്, അനുഗ്രഹത്തിന് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അൽത്താരയിലായിരിക്കുന്ന ഈ വൈദികരെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. പ്രത്യേകിച്ച് പുല്ലുവിള ഫെറോന വികാരിയായ ബഹുമാനപ്പെട്ട ബെബിൻസൺ അച്ഛൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഫ്രെഡിയച്ചൻ പുല്ലുവിള ഫെറോനയിലെ കൊച്ചുപള്ളി ഇടവക വികാരിയാണ്. അച്ഛൻ ആ തരത്തിൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഇന്ന് നല്ലൊരു ആമുഖ പ്രസംഗം നൽകി നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛനെ അറിയാവുന്നവർ ഒരുപാട് സിസ്റ്റേഴ്സ്, അതുപോലെ അച്ഛൻ നേരത്തെ സേവനം ചെയ്ത ഇടവകളിൽ നിന്നുള്ള വിശ്വാസികളൊക്കെ വന്ന് പ്രാർത്ഥിച്ചു പോയി, അനുശോചനം രേഖപ്പെടുത്തി. ഫോണിലൂടെയും അല്ലാതെയും അച്ഛനെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇടവക വികാരി അസിസി അച്ഛന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞത് മുതൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടെ ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം ഏറെ സഹായിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്ത് ഈ കർമ്മങ്ങൾക്ക് ഏറെ അർത്ഥവത്തായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയും ഒരു തടസ്സവും കൂടാതെ അത് അവസാനിക്കുന്നതിന് വേണ്ടിയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇടവക വികാരിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ മാർത്താണ്ഡന്തുറ ഇടവകയിലെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനെയും മറ്റ് സുപ്പീരിയർ എന്നെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഗായിക സംഘത്തിനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ കർമ്മം കാണാൻ സാധിക്കാതെ ആയിരിക്കുന്നവർക്ക് പലരും ആവശ്യപ്പെട്ടതനുസരിച്ചും ഇതിൻ്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവരെയും ഈ അവസരത്തിൽ ഓർക്കുകയും അവർ ദൂരെയായിരുന്നാലും അവരുടെ സാന്നിധ്യം ഞങ്ങളിപ്പോൾ ഇവിടെ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ തിരുക്കർമ്മങ്ങൾ കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് ഫ്രെഡിയച്ചനെയും അപ്പനെയും മക്കളെയും ഒക്കെ ആശ്വസിപ്പിച്ച സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഏറെ ഞങ്ങളോടൊപ്പമായിരുന്ന നിങ്ങളെല്ലാവർക്കും ഫ്രെഡിയച്ചൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഓർക്കുകയും ചെയ്യുന്നു. ഞങ്ങളും നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ബലിയർപ്പണത്തിൽ ഓർക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ കർമ്മവുമായി ബന്ധപ്പെട്ട് ഏറെ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അടക്കച്ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നാം പതിവ് പോലെ ചെയ്യുന്നത് പോലെ ഒരു എളിയ ചായ സൽക്കാരമുണ്ടായിരിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സും മേടയിൽ വരെ വന്നിട്ട് ആ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, ക്രിസ്ത്യൻ മുറപ്രകാരം വ്രതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലവും നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന എൻ്റെ അമ്മയുടെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മുഹമ്മദ് ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരുളട്ടെ. അവിടെ നമ്മെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് വെറുതെയും ശിക്ഷയിൽ നിന്ന് മോചനം നൽകട്ടെ. നല്ലയിടനായ ക്രിസ്തുനാഥൻ അമ്മയെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥൻ്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം അമ്മയ്ക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. വരുവിൻ ധന്യവിശുദ്ധന്മാരെ, രക്ഷണമിയാൾക്കു നൽകാം. വരുവിൻ മാനവവൃന്ദമിയാളെ, എതിരേൽക്കാനമോദം. വഹിക്കുവിൻ കരത്താരിലിയാളുടെ ആത്മാവിനെ നിങ്ങൾ. പരമോന്നതനാം കർത്താവിൻ തിരുസന്നിധി ചേർത്തിടുവിൻ. സന്നിധി ചേർത്തിടുവിൻ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ അമ്മയുടെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഞങ്ങളുടെ അമ്മയും അവസാന ദിവസം ക്രിസ്തുവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായ സംസർഗത്തിന് അടയാളമായി ഞങ്ങളുടെ അമ്മയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളുടെ അമ്മയ്ക്ക് സ്വർഗപാഠം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുന്നവരെ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയരുളണമേ.
ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിൽ ചേർന്ന് വീണ്ടും ഞങ്ങളുടെ അമ്മയെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ. നീ നൽകും ശാന്തിക്കാ ധന്യമാണെന്നോർക്കുന്നു നീ നൽകിയൊരൻ ജീവൻ, നിത്യജീവൻ ചാരം ഈ നിമിഷം ഞാൻ കാണുന്നു. നീ നൽകിയ വിശ്വാസം പകർന്നു ഞാൻ മനുജർ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, 3 ദിവസം കടലിൽ വിശ്രമിച്ചിട്ടില്ല, വിശ്വാസത്തെ പൂർത്തീകരിച്ചുവല്ലോ. അങ്ങനെ പരിസര ശരീരമുള്ള കല്ലുന്ന കുരുമാടം ഉയർത്തുന്ന പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനും വാങ്ങുക ഞങ്ങളുടെ അമ്മയെ മുഖത്ത് ഉയർപ്പിക്കുന്നതുവരെ നമ്മുടെ ശരീരങ്ങളുടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങനെ ദിവ്യതേജസ്സിൽ പിതാവായ ദൈവത്തിന് തിരുമുഖം ദർശിക്കുവാൻ അമ്മയെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഞങ്ങളുടെ അമ്മ വീട്ടുസമ്മയെ സർവശക്തനായ ദൈവം ജീവിതത്തിൽ നിരപ്പത്തിൽ കുളിക്കാൻ മനസ്സായി മണ്ണെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണത്തിൽ നിക്ഷേപിക്കുന്നു. മരിച്ചവരുന്ന് ക്രിസ്തുനാഥൻ ആദ്യം ഉയർത്തെഴുന്നേറ്റ്
എളിയവരായ നമ്മുടെയും ശരീരം അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തിന് അനുരൂപപ്പെടുത്തുമെന്ന് നാം വിശ്വസിക്കുന്നു. കർത്താവിന് തിരുക്കരങ്ങൾ അമ്മയെ നമുക്ക് കൽപ്പിക്കാം. അമ്മയ്ക്ക് അവിടുന്ന് നിത്യകാലത്ത് നൽകിയ അവസാന ദിവസം നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നതിന് വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതിന് ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല. ഞാൻ ഒഴിച്ചത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവക്കുടീരങ്ങൾ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണീരെ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ അമ്മച്ചിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പ്രതീക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ അമ്മയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്ഥാനം ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ ജലം കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്ത ഈ അമ്മയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മയുടെ വേർപാടിൽ ദുഃഖിതരായി ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വതാ ജാഗ്രത ഞങ്ങളുടെ അമ്മ തെറ്റുകൾ ദയാവോടെ ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്ത്യ സമൂഹത്തിൽ ഉൾപ്പെടെ ഭാഗ്യനിച്ച അമ്മയെ കാരണവാൻ അങ്ങ് മാലാകമ്പര സമൂഹത്തിൽ ചേർച്ചെല്ലട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല
സമയം എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു